ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് കുക്ക്. നമുക്ക് ടെൻഷൻ മൂലവും അതുപോലെ തന്നെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ മൂലവും പിന്നെ ചിലപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ നമുക്ക് ഈ ഹെയറിന് ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ നമ്മുടെ മുടിക്ക് വലിയ കട്ടി ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം നമുക്ക് നല്ലതുപോലെ മുടി വളരാനും തലയിലെ താരൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറാനും നല്ല കട്ടിക്ക് നമ്മുടെ മുടി വളർന്നു വരാനും നല്ല കറുപ്പോട് കൂടിയും നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ കറക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നം മൂലം നല്ലതുപോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ഒരു ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്തത്. ഏകദേശം 45 ഡേയ്സിലും ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ തന്നെ ആഫ്റ്റർ പ്രഗ്നൻസിയിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ലതുപോലെ എൻ്റെ മുടി വളരുകയും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്തൊരു ഹെയർ ഓയിലാണ്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഹെയർ ഓയിലാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് നമുക്ക് ഈ ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട്. ആദ്യം തന്നെ നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അത്യാവശ്യം നല്ല അടികട്ടിയുള്ള പാത്രം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ നമ്മുടെ തലയിലുള്ള താരൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ നല്ലതുപോലെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം വീക്കിലി ഒരു ദിവസം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ നല്ല നമുക്കൊരു പ്രത്യേക ഉന്മേഷം കിട്ടാനും നമ്മുടെ ഹെയറിലുള്ള ഈ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ മാറാനൊക്കെ നല്ലതുപോലെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂത്ത് ഗോൾഡൻ കളറൊക്കെ ആയി വരണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെറിയ രീതിയിൽ കരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കരിഞ്ചീരകം. നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് ഒരു 100 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും കുറയാൻ പാടില്ല. 100 ഗ്രാം മുതൽ 150 ഗ്രാമോ 200 ഗ്രാം ആയാലും നമുക്കൊരു ഇഷ്യൂ ഇല്ല. നമുക്ക് വളരെയധികം ഉപകാരം ഉള്ളതാണ്. അപ്പം കരിഞ്ചീരകം നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് നല്ലതുപോലെ നീളം വെക്കാനും മുടിക്ക് നല്ല കറുപ്പ് നൽകാനും കരുത്ത് നൽകാനും നല്ലതുപോലെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പ്രതിരോധ ശക്തി കിട്ടാനും ഈ കരിഞ്ജീരകം ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ്. ഒരു 5-6 കുരുമുളക് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. മസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും കരിഞ്ജീരകവുമാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് കുരുമുളക് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ ഓയിൽ പെട്ടെന്ന് നമ്മളൊരു ഓയിൽ മാറ്റി ഉപയോഗിക്കുമ്പോഴോ അതല്ല എങ്കിൽ ഓയിൽ ഉപയോഗിക്കാത്ത ഒരാൾ കുറച്ച് നേരമൊക്കെ ഒരുപാട് നേരം നമ്മൾ ഓയിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കൊക്കെ നമുക്ക് പനി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഉണ്ടാവാണ്ട് നമ്മൾ ഈ ജലദോഷപ്പനി പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഈ കുരുമുളക് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമുക്കിത് വീണ്ടും ഈ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു സ്മെല്ല് വരും, ഈ കരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരും. അങ്ങനെ വരുന്ന സമയത്തേക്ക് നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. മാക്സിമം നിങ്ങൾ മറ്റേ മില്ലിൽ പോയിട്ടൊക്കെ ഓയിൽ മേടിക്കാൻ നോക്കുക. ഈ പാക്കറ്റിൽ വരുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പം നമ്മൾ ആ ഒരു ഓയിൽ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നല്ലതുപോലെ നമ്മുടെ ജീരകം ഒന്ന് കരിഞ്ഞൊക്കെ അത്യാവശ്യം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മില്ലിൽ പോയിട്ട് ഇങ്ങനത്തെ വെളിച്ചെണ്ണയൊക്കെ മേടിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് തലയിൽ തേക്കാനായിട്ട് ഏറ്റവും നല്ലത്, ഉത്തമമായിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് ഒഴിക്കുന്ന സമയത്ത് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഇതിൽ വരത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് അത്യാവശ്യം നല്ലപോലെ തിളച്ച് ആ എണ്ണ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നല്ലൊരു ബ്ലാക്ക് കളർ വരും. ആ സമയത്താണ് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുവരേക്കും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് നല്ലതുപോലെ മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പോലെ എൻ്റെ മുടി ഇപ്പം നമുക്കൊരു ഒരു 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 നേരം നമ്മുടെ മുടി ഇരുമ്പോഴത്തേക്കും ഒരു കെട്ട് മുടിയാണ് എൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഈ ഹോർമോണിൻ്റെ വ്യതിയാനം മൂലമായിരിക്കാം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആകെപ്പാട് ടെൻഷൻ അടിച്ചിരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഓയിൽ ട്രൈ ചെയ്ത് നോക്കിയതും എനിക്ക് നല്ലപോലെ വ്യത്യാസം ഉണ്ടായതും. പിന്നീട് ഞാനിത് നിർത്തിയതിന് ശേഷം വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഈ ഇതുപോലെ തന്നെ ഹെയർ ഫാൾസ് ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ ചെയ്തത് വീണ്ടും ഈ ഒരു ഓയിൽ തന്നെ അപ്ലൈ ചെയ്യുമായിരുന്നു. നല്ല മാറ്റം ഉണ്ടായതാണ്.
അതുപോലെ തന്നെ നമ്മളിപ്പം ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ഹെയർ ഓയിൽ ഏതായാലും അല്ല വേറെ ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ലതുപോലെ നമ്മളത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളോട് വാഷ് ചെയ്ത് കളഞ്ഞാലൊന്നും നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല. ഇപ്പം ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഓയിലാണെങ്കിൽ നമ്മൾ ഇപ്പം നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വീക്കിലി 1 ഡേ എങ്കിലും നമ്മളിത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം മാത്രം നമ്മളിത് കഴുകി കളയുക. അതും സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയരുത്. നമ്മൾ ചിലപ്പം വീട്ടിലില്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ വീക്കിലി ഒരു ദിവസം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ചെമ്പരത്തി താളി അല്ലെങ്കിൽ വേറുള്ള താളികളൊക്കെ വെച്ചിട്ട് നമ്മുടെ തലമുടി നല്ലതുപോലെ കഴുകുക. അതല്ലാണ്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ വീക്കിലി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാലൊന്നും ഒരു ഗുണങ്ങളും ഉണ്ടാവില്ല. അത് ഏത് ഓയിലായാലും വേറെ ഏത് പ്രോഡക്റ്റ് ആയാലും ഏത് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാലും അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മളത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഓയിൽ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പൊടി കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മളിതിൽ കുരുമുളക് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മാത്രം മതി. എൻ്റെ കുഞ്ഞിന് ഒട്ടും തന്നെ മുടിക്ക് കരുത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ അവന് ആദ്യത്തെ സമയം തന്നെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പം നമ്മൾ അവൻ്റെ മേത്ത് മറ്റേ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ തലയിൽ ഈ ഒരു ഓയിലാണ് അവനിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നത്. നല്ലതുപോലെ അവൻ്റെ മുടിക്ക് ഇപ്പോൾ ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. ഞാനിത് ഉപയോഗിച്ചിട്ട് എൻ്റെ മുടിക്ക് ഹെയറിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ട് അവർക്ക് ഞാൻ ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്ന രീതി പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്കൊക്കെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് 100% വിശ്വസിച്ച് നമ്മുടെ തലയിൽ തേക്കാൻ പറ്റിയ ഒരു ഓയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതുപോലെ മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു മാസമൊക്കെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് വഴി പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഓയിൽ അത്യാവശ്യം നല്ല കറുപ്പ് കളറിൽ കിട്ടും. അപ്പം നമ്മളിതൊന്ന് തെളിയിച്ച് 2ആയിട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇതിൽ മറ്റേ ചപ്പ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ വീക്കിലി ഒരു ദിവസം തലയിൽ അപ്ലൈ ചെയ്യാനും മറ്റേത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏത് ഓയിലായാലും ഒരു 10 മിനിറ്റെങ്കിലും കുറേ നമ്മൾ ഡെയിലി തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.